ഹലോ ഗൈസ്, കുറേ ആയാലും നമ്മൾ കണ്ടിട്ട് ഒരു ചെറിയ പർച്ചേസിങ്ങിലായിരുന്നു. അതിൻ്റെ വിശേഷങ്ങളാണ് ഈ പറയുന്നത്. കുറച്ച് മുമ്പത്തെ വീഡിയോ ആണ് കേട്ടോ, കുറച്ച് ദിവസങ്ങൾ മുമ്പത്തെ. രാത്രി തന്നെ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് ഞങ്ങൾ ഒരു ഷവർമ വാങ്ങി കഴിച്ച് ബസ്സിൽ കയറി ഉറങ്ങി നീറ്റപ്പോൾ നേരെ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ടായിരുന്നു. നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. വിൻഡോയിലൂടെ കാണുന്ന കാഴ്ചയാണ് ഇതൊക്കെ. അപ്പം നമ്മുടെ സ്പോട്ട് വരുന്ന മടിവാളയായിരുന്നു. അപ്പം നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. സോ നമുക്കിനി ഒരു റൂം കണ്ടുപിടിക്കാനുള്ള നടത്താണ് ഇനിയൊക്കെ. അപ്പോൾ റൂം കണ്ടുപിടിക്കാൻ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ചായ കുടിച്ചു. ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, ചായയും ജസ്റ്റ് ഒരു കടിയും മാത്രം. ഒരുപാട് പൊരിച്ച കടി ഉണ്ടായിരുന്നു രാവിലെ തന്നെ. പിന്നെ റൂം സെറ്റാക്കി. ചെറിയ റൂമായിരുന്നു, പക്ഷേ ഫെസിലിറ്റീസൊക്കെ ഉള്ള റൂമായിരുന്നു കേട്ടോ. ഫ്രഷ് ആയി വന്നതിന് ശേഷം നേരെ ഗ്രാനീസ് കയറി ചായയും ഇഡ്ഡലിയും കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ഓട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് വരാൻ വേണ്ടിയിട്ട്. നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. ചിക്പേട്ടായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത്. ബ്ലോക്ക് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച ടൈമിനൊന്നും എത്താൻ കഴിഞ്ഞില്ല. ഒരുപാട് നേരം വൈകിട്ടാണ് കേട്ടോ എത്തിയത്. ബോറടിച്ചപ്പോൾ ഓട്ടോയിൽ തന്നെ ഇരുന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. ഉമ്മച്ചേനെ വീഡിയോ എടുത്താൽ ഇന്ന് എൻ്റെ വീഡിയോ എടുക്കൽ തീരും. ഡ്രൈവറോട് ചോദിച്ചാൽ പറയും ഇപ്പം എത്തുന്നു. ബ്ലോക്കാണ് ബാംഗ്ലൂരത്തെ ഏറ്റവും വലിയ വിഷയം. ബാക്കിയൊക്കെ ഓക്കെയാണ്. അപ്പോൾ നമ്മുടെ സ്പോട്ടിലെത്തി ഇതാണ് കേട്ടോ. വലിയ വൃത്തിയും കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ നേരെ കണ്ടത് ഹോൾസെയിലല്ല, റീറ്റെയിലായിട്ട് വിൽക്കുന്ന സാരി, കുർത്താസ് അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ്. സാരീസിനൊക്കെ 200-300 രൂപയുള്ളൂ. അടിപൊളി സാരീസ്. ഇങ്ങനത്തെ ഒരു ഇടവഴി കാണുന്ന ഏരിയാസിനാണ് കേട്ടോ നമ്മൾ ഫുള്ള് പർച്ചേസ് ചെയ്തിരിക്കുന്ന. നല്ല ഐറ്റംസ് കിട്ടുന്നുണ്ട്. നമ്മൾ പർച്ചേസ് ചെയ്ത ഐറ്റംസിൻ്റെ അടുത്തേക്ക് ബായാട്ടോ. സാധനങ്ങളൊക്കെ റോഡിലേക്ക് എത്തിച്ചെന്ന് വേഗം തന്നെ ഒരു ഓട്ടോ ബുക്ക് ചെയ്ത് അതിൽ കയറി ഒന്ന് മടിവാളെത്തിയാൽ മതിയെന്നായി. വലിയ നീറ്റ്നെസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചിക്പേട്ട് വെച്ച് ഫുഡൊന്നും വല്ലാതെ കഴിച്ചിട്ടില്ല കേട്ടോ. മടിവാളെത്തിയിട്ട് വേണം നല്ലൊരു ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് നമുക്ക് ഒരാളൂടെ വരാണ്ട് വെയിറ്റ് ചെയ്യാണ്. അവിടെ പിന്നെ 12 മണിയായാലും 1 മണിയായാലും നല്ല ആളായിരിക്കും. മന്തിയായിരുന്നു കേട്ടോ കഴിച്ചത്. നമ്മൾ അങ്ങോട്ട് പോയ ബസ് തന്നെ രാത്രി ഇങ്ങോട്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വേഗം സാധനമൊക്കെ കെട്ടിപ്പറക്കി ബസ് കയറാൻ വേണ്ടി പോകുമായിരുന്നു. ഇതാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന ആൾ. സോ കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങി നേരെ ബസ് കയറി. അപ്പോൾ ഓക്കെ, ബൈ.